ഒഴുക്കിയതെല്ലാം മുതലക്കണ്ണീർ. ഇന്ത്യയിൽ ഹിന്ദുജന സഖ്യത്തിൽ വൻ ഇടിവ്. കുതിച്ചുയർന്ന മുസ്ലിം ജനസംഖ്യ. മതസമവാക്യങ്ങളിൽ വലിയ മാറ്റം. ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. രാജ്യത്ത് മുസ്ലിം ജനസംഖ്യയിൽ വലിയ വർധനവും ഹിന്ദു ജനസംഖ്യയിൽ കുറവും ഉണ്ടായതായി റിപ്പോർട്ട്. PM എക്കണോമിക് കൗൺസിൽ നടത്തിയ പഠനത്തിലാണ് രാജ്യത്തെ സാമുദായിക സമവാക്യങ്ങൾ മറിയുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ സൂചനകളുള്ളത്. 1950 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിൽ ഭൂരിപക്ഷ സമുദായമായ ഹിന്ദു ജനസംഖ്യയിൽ 7.81% കുറവുണ്ടായിരിക്കുന്നത്. ഇതേ കാലയളവിൽ മുസ്ലിം ജനസംഖ്യയുടെ വിഹിതം 43.15% വർദ്ധിച്ചു. 1950-2015 കാലഘട്ടത്തിൽ ഹിന്ദു ഭൂരിപക്ഷ മതവിഭാഗത്തിന്റെ വിഹിതം 7.81% കുറഞ്ഞു. 1950-ൽ 9.84% മുസ്ലിം ജനസംഖ്യ 2015-ൽ 14.09% ഉയർന്നു. ജനസംഖ്യാ വിഹിതത്തിൽ 43.15% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പല കോണുകളിൽ നിന്നുള്ള വിമർശനങ്ങൾക്ക് വിരുദ്ധമാണ് ഇന്ത്യയിലെ സാമുദായിക സമവാക്യങ്ങളുടെ മാറ്റം. വിശകലനം കാണിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടുക മാത്രമല്ല, തീർച്ചയായും ഇന്ത്യയിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നുവെന്നാണ്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഭൂരിപക്ഷ മതവിഭാഗങ്ങളുടെ പങ്ക് വർദ്ധിക്കുകയും ന്യൂനപക്ഷ ജനസംഖ്യ ഭയാനകമാംവിധം ചുരുങ്ങുകയും ചെയ്യുന്ന ദക്ഷിണേന്ത്യൻ അയൽ രാജ്യങ്ങളുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഇത് ശ്രദ്ധേയമായ വിഷയമാണെന്ന് പഠനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു സംയുക്ത ഗ്രൂപ്പ് എന്ന നിലയിൽ ന്യൂനപക്ഷങ്ങളുടെ പങ്ക് ഗണ്യമായി വർദ്ധിച്ചു. പ്രത്യേകിച്ചും മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ് ജനസംഖ്യയുടെ വിഹിതത്തിൽ വർധനവും ജൈന, പാഴ്സി ജനസംഖ്യയുടെ വിഹിതത്തിൽ ഇടിവും ഉണ്ടായിട്ടുണ്ട്. ക്രിസ്ത്യൻ ജനസംഖ്യയുടെ വിഹിതം 2.24%-ൽ നിന്ന് 2.36%-ആയി ഉയർന്നു. 1950-നും 2015-നും ഇടയിൽ 5.38%-ന്റെ വർധനവ്. സിഖ് ജനസംഖ്യയുടെ വിഹിതം 1950-ൽ 1.24%-ൽ നിന്ന് 1915-ൽ 1.85%-ആയി വർദ്ധിച്ചു. അവരുടെ വിഹിതത്തിൽ 6.58% വർധനവ്. ബുദ്ധമതക്കാരുടെ വിഹിതം പോലും 1950-ൽ 0.05%-ൽ നിന്ന് 0.81%-ആയി വർദ്ധിച്ചു. മറുവശത്ത് ഇന്ത്യയിലെ ജനസംഖ്യയിൽ ജൈനരുടെ പങ്ക് 1950-ൽ 0.45%-ൽ നിന്ന് 2015-ൽ 0.36%-ആയി കുറഞ്ഞു. ഇന്ത്യയിലെ പാഴ്സി ജനസംഖ്യയുടെ പങ്ക് 85% ഇടിഞ്ഞു. 1950-ൽ 0.03%-ൽ നിന്ന് 0.004%-ആയി കുറഞ്ഞുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 2024 മെയ് മാസത്തിൽ പുറത്തിറക്കിയ ഈ പഠനം ലോകത്തെ 167 രാജ്യങ്ങളിലെ ജനസംഖ്യ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതേസമയം പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ ഭൂരിപക്ഷ വിഭാഗമായ മുസ്ലിങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ 18.5% വർധനവുണ്ടായി. തൊട്ടുപിന്നാലെ പാകിസ്ഥാൻ 3.75, അഫ്ഗാനിസ്ഥാൻ 0.29 എന്നീ രാജ്യങ്ങളും വർധന കാണിക്കുന്നുണ്ട്. മാലിദ്വീപിൽ ഭൂരിപക്ഷ വിഭാഗമായ ഷാഫി സുന്നികളുടെ ജനസംഖ്യാ വിഹിതം 1.47%-ആയി കുറഞ്ഞിരിക്കുകയാണ്.